വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത 50ഓളം പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയ പ്രതിയെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. പാലക്കാട് വാലിപറമ്പ് റോഡിൽ കുമ്പിളിവേലിൽ വീട്ടിൽ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ പറ്റിയ ശേഷം വ്യാജ വിസയും വ്യാജ വിമാന ടിക്കറ്റും കിട്ടി വഞ്ചിക്കപ്പെട്ടവരാണ് സെബാസ്റ്റ്യനെതിരെ പരാതി നൽകിയത്. ഞാനൊരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ ഓഫീസിൽ ചെന്നിട്ട് 20,000 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം അവരെനിക്ക് സ്ലിപ്പും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെനിക്ക് വിസ അയച്ചു തന്നു. അപ്പോൾ ആ വിസ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ഒറിജിനൽ വിസ തന്നെ ആയിരുന്നു. അങ്ങനെ ബാക്കി ബാലൻസ് എമൗണ്ട് 40,000 രൂപ ഞാൻ ഇവർക്ക് കൊടുത്തു. അതിനുശേഷം ഇവരെനിക്ക് ടിക്കറ്റ് എടുത്തു തന്നിരുന്നു. ആ ടിക്കറ്റ് പക്ഷേ ഡമ്മി ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ സംശയം തോന്നിയതിൻ്റെ പ്രകാരം ഞാൻ ഇവരെ ഓഫീസിൽ വന്നപ്പോൾ ഒരു ഓഫീസ് കൂട്ടിപ്പോയിരിക്കുകയായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ എടുക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. എനിക്ക് ഒരു അല്ലവാലി ഡെറ്റ്സ് ഫാക്ടറിയിൽ പാക്കിംഗ് സ്റ്റാഫായിട്ടായിരുന്നു. എനിക്കൊരു കാഷ്യറായിട്ടായിരുന്നു, അൽഫദാൻ എക്സ്ചേഞ്ചിൽ ഒരു കാഷ്യറായിട്ടായിരുന്നു ഒരു ജോലി പറഞ്ഞിരുന്നു. ഇതുമാതിരി തന്നെ അവർ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് 20,000 മേടിച്ചു, റെസിപ്റ്റൊക്കെ തന്നു. പിന്നെ രണ്ടാമതൊരു വിസ അയച്ചു തന്നു. വിസ അയച്ചു തന്നപ്പോൾ ഒരു വീണ്ടും ഒരു 60,000 മേടിച്ചു. പിന്നെ ടിക്കറ്റ് വീണ്ടും ഒരു ടിക്കറ്റ് അയച്ചു തന്നപ്പോൾ വീണ്ടും ഒരു 40,000 കൂടി മേടിച്ചു. പിന്നെ ഇവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുള്ള ഞാൻ ആദ്യം ഒരു 60,000 കൊടുത്തായിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോയത്. എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൾ കൂടെ ഉണ്ടായപ്പോൾ ഇവർ പറഞ്ഞത് ബുക്കിംഗ് ടിക്കറ്റ് ആണെന്ന് പറഞ്ഞു. ഒരു ഏജൻസിനെ വിളിച്ചപ്പോൾ ഏജൻസി എടുക്കണ്ടായില്ല. അവസാനം എൻ്റെ അമ്മ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെടുത്തു. വാലിഡ് ആയിരുന്നില്ല. അമ്മ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു 60,000 ആകെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 60,000 കൂടി തന്നു കഴിഞ്ഞാൽ വീണ്ടും ടിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ നേരം അമ്മയുടെ അടുത്തേക്ക് വർത്തമാനം പറഞ്ഞു. വീണ്ടും ഞങ്ങൾ 60,000 കൂടി അയച്ചു കൊടുത്തു. അപ്പോൾ വീണ്ടും ഒരു 21-ാം തീയതി ഒരു ടിക്കറ്റ് അയച്ചു തന്നു. അതും ഫേക്ക് ടിക്കറ്റ് ആയിരുന്നു. പിന്നെ ഒരു കോൺടാക്റ്റ് ഉണ്ടായുള്ള ഗ്ലോബൽ പാത്ത് അസോസിയേഷൻ എന്ന പേരിൽ സ്ഥാപനം നടത്തിയാണ് സെബാസ്റ്റ്യൻ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. പാലക്കാട്, എറണാകുളം, പത്തനാപുരം, വിഴിഞ്ഞം തുടങ്ങിയ ഭാഗങ്ങളിലായിരുന്നു തട്ടിപ്പ്. കേരളത്തിന് പുറമെ അയൽ സംസ്ഥാനത്തും ഇയാൾ ധാരാളം പേരെ പറ്റിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൂൺ 10 രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞ സെബാസ്റ്റ്യനെ എറണാകുളം ഭാഗത്തുനിന്നും കസ്റ്റഡിയിലെടുത്തു. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള കൊല്ലം സ്വദേശിനിയായ യുവതിയെ ഉപയോഗിച്ചാണ് സെബാസ്റ്റ്യൻ വ്യാജ വിസയും വ്യാജ വിമാന ടിക്കറ്റും നിർമ്മിച്ചത്. കേസിൽ പ്രതിയായ യുവതിയെ പിടികൂടാനുണ്ടെന്നും സൗത്ത് പോലീസ് അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.